ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടാകാത്ത സംഭവങ്ങളാണ് തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്നത്. കാരണം പല അയ്യപ്പ ഭക്തരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരുൾപ്പെടെയുള്ള ആളുകൾ പന്തളത്ത് തന്നെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്ന അവസ്ഥയിലാണ്. 20 മണിക്കൂറോളം ആളുകൾ വഴിയിൽ കാത്തു നിൽക്കുകയാണ്. ഉത്തരവാദിത്വം ആർക്കുമില്ല. ദേവസ്വം ബോർഡിനൊരു ഉത്തരവാദിത്വമില്ല, സർക്കാരിനൊരു ഉത്തരവാദിത്വമില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകർക്ക് അയ്യപ്പ ദർശനം ഉറപ്പുവരുത്തേണ്ട ചുമതല സർക്കാരിനും ദേവസ്വം ബോർഡിനുണ്ട്. രണ്ടുപേരും ആ ഉത്തരവാദിത്വം കാണിക്കുന്നില്ല. ഇത് വളരെ ഭംഗിയായി മാറി മാറി വരുന്ന കേരളത്തിലെ സർക്കാരുകൾ വളരെ ഭംഗിയായി ചെയ്തതാണ്. UDF ഗവൺമെന്റിന്റെ കാലത്താണ് മുഖ്യമന്ത്രി തന്നെ പമ്പയിലെത്തി റിവ്യൂ മീറ്റിംഗ് നടത്തി 7 വിവിധ വകുപ്പുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് റവന്യൂവും വനം വകുപ്പും അതുപോലെ PWDയും ഉൾപ്പെടെ ദേവസ്വവും ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും ഭംഗിയായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. തിരക്കിനെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. തിരക്കുണ്ടാവും, എപ്പോഴും തിരക്കുണ്ടാവും. ആ തിരക്ക് എല്ലാ കാലത്തും തിരക്കുണ്ടായിരുന്നു. ആ തിരക്കിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ ദേവസ്വം ബോർഡ് പോലീസിനെ കുറ്റപ്പെടുത്തുകയാണ്. കാരണം പോലീസ് പരിചയസമ്പന്നരായ പോലീസുകാരില്ല എന്നാണ് അവരുടെ പരാതി. ദേവസ്വം ബോർഡ് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രസ്താവന എല്ലാവരെയും വിസ്മയിപ്പിച്ചു. അവധി ദിവസങ്ങളിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും പോകരുത് എന്നാണ് പറയുന്നത്. ഒന്നാമത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറിയണ്ടേ ആരാണ് ശബരിമല തീർത്ഥാടനം നടത്തുന്നത്? 41 ദിവസം വ്രതം പൂർത്തിയാക്കിയവരും അല്ലെങ്കിൽ ഇത്രയും ദിവസം വ്രതം പൂർത്തിയാക്കിയതിനു ശേഷം ആ ദിവസം ദർശനം നടത്താമെന്ന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചവരാണ്. പുരുഷന്മാർ മാത്രം പോയാൽ മതിയോ? സ്ത്രീകൾ പോകണ്ടേ? കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണ്ടേ? പ്രായമാവുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം. പ്രായം കഴിഞ്ഞു കഴിഞ്ഞ് പ്രായമായ സ്ത്രീകൾ അവിടെ പോകും. അപ്പൊ സ്ത്രീകളും കുട്ടികളും അവധി ദിവസങ്ങൾ ദർശനം നടത്തണ്ട എന്നാണ് ഇതിനുള്ള സൊല്യൂഷൻ. ദേവസ്വം ബോർഡിന്റെ സൊല്യൂഷൻ വിസ്മയിപ്പിക്കുന്ന സൊല്യൂഷനാണ്. അതുപോലെ ഗവൺമെന്റ് ഒരു കാര്യവും ചെയ്യുന്നില്ല, ഒരു ഏകോപനവും ചെയ്യുന്നില്ല. ദേവസ്വം ബോർഡ് മന്ത്രി പോലും സ്ഥലത്തില്ലല്ലോ. ദേവസ്വം ബോർഡ് മന്ത്രിയെല്ലാം ഈ 44 ദിവസത്തെ ടൂറിൽ പോയിരിക്കുകയാണ്. ഞങ്ങൾ വെറുതെ അല്ല കുറ്റപ്പെടുത്തിയത്. ഭരണസിരാ കേന്ദ്രത്തിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാറി നിൽക്കുകയാണ്. എന്നിട്ട് ഇത് 4ാമത്തെ ദിവസമാണ്, 5ാമത്തെ ദിവസമാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രശ്നം തുടങ്ങിയതിനു ശേഷം. ഇന്നാണ് ഒരു ഓൺലൈൻ മീറ്റിംഗ് മുഖ്യമന്ത്രി നടത്തിയത്. എന്ത് പ്രസക്തിയാണ് ഓൺലൈൻ മീറ്റിംഗിൽ? ഓൺലൈൻ മീറ്റിംഗ് ആണ് ഇപ്പൊ നടത്തേണ്ടത്. എന്ത് ഔട്ട്കമാണുള്ളത്? ആരാണ് അവിടെ ഉത്തരവാദിത്വം? ആർക്കാണ് അക്കൌണ്ടബിലിറ്റി? സർക്കാരിനാണോ, ദേവസ്വം വകുപ്പിനാണോ, പോലീസിനാണോ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനാണോ? ആർക്കും ഉത്തരവാദിത്തമില്ലാത്ത സങ്കടകരമായ സ്ഥിതിവിശേഷമാണ്. പണ്ട് ശബരിമല കാലത്ത് സർക്കാരും പോലീസും പ്രത്യേകമായി കൊണ്ടുവന്ന ആളുകളെ ദർശനം നടത്താൻ വേണ്ടി സർക്കാർ എടുത്ത ശ്രമത്തിന്റെ 100-1 ശ്രമം നടത്തിയിരുന്നെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമായിരുന്നു. ഇതിപ്പോൾ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് ബസ് പോകുന്നത് കണ്ടാൽ നമ്മൾ തകർന്നു പോകും. കാരണം ഏത് സമയത്തും അപകടം പതിയിരിക്കുന്ന രീതിയിൽ ഒരു ബസ്സിൽ കൊള്ളാവുന്നതിന്റെ 3 ഇരട്ടി ആളുകളാണ്. കമ്പിയിലും പുറത്തുമൊക്കെ ആളുകൾ തൂങ്ങിക്കിടക്കുകയാണ്. കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾ തൂങ്ങിക്കിടക്കുന്ന അപകടകരമായ സ്ഥിതിയാണ്. അപ്പൊ സർക്കാർ ശബരിമല തീർത്ഥാടകർക്ക്, അയ്യപ്പ ഭക്തർക്ക് കൃത്യമായ ദർശനം ഒരുക്കി കൊടുക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു. ഇന്നും ഈ 5ാമത്തെ ദിവസവും ഒരു ശക്തമായ നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നത് ദൌർഭാഗ്യകരമാണ്. ഒരു ഗവൺമെന്റ് ഫെയിൽ ചെയ്യുന്നതാണ്, പരാജയപ്പെടുന്നതാണ് ഇവിടെ കാണുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആണ് തീർത്ഥാടകർ വരുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ ആ പ്രദേശങ്ങളിൽ നിന്ന് കൂടി, അയൽ രാജ്യങ്ങളിൽ നിന്ന് കൂടി, നേപ്പാൾ തുടങ്ങിയ ഒരുപാട് അയൽ രാജ്യങ്ങളിൽ കൂടി ധാരാളം അയ്യപ്പ ഭക്തന്മാർ എത്തുന്ന ഒരു സ്ഥലമാണ്. ഒരു പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രത്തെ ഇത്ര നിസ്സാരമായിട്ടാണ് ഒരു ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത് എന്നോർത്ത് ഇവരെ ഓർത്ത് ലജ്ജിക്കുകയാണ്. ഇതാണ് സ്ഥിതി. ഇപ്പൊ കുറച്ചുപേര് പന്തളത്തെത്തിയിട്ട് മാല ഊരി പോകേണ്ട, ഞാൻ പറഞ്ഞല്ലോ, പന്തളത്തെത്തി തേങ്ങ ഉടച്ച് മാല ഊരി തിരിച്ചു പോവുകയാണ്. അതായത് അയ്യപ്പ ഭക്തർക്ക് അയ്യപ്പ ദർശനം ഉറപ്പാക്കുന്നതിൽ സർക്കാരും ദേവസ്വം ബോർഡ് പരാജയപ്പെട്ട് ഏതെങ്കിലും കാലത്തുണ്ടായിട്ടുണ്ടോ? ഇതിനേക്കാൾ കൂടുതൽ തിരക്ക് വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ തിരക്കുകളായിട്ടുള്ള കാലം ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? ആ തിരക്കിനെയൊക്കെ എത്ര ഭംഗിയായിട്ടാണ് നിയന്ത്രിച്ചതെന്ന്. ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകൾ നിൽക്കേണ്ടി വരും. ഇതെത്രയാ? 13 മണിക്കൂർ, 20 മണിക്കൂർ നിന്ന് വെള്ളം പോലും കുടിക്കാനില്ലാതെ, ഭക്ഷണമില്ലാതെ
ആളുകൾ, കുഞ്ഞുങ്ങളും ആളുകളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും പ്രായമായ ആളുകളുമെല്ലാം പ്രയാസപ്പെടുന്ന രംഗമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ആർക്കാ ഉത്തരവാദിത്വം? അതാണ് എന്റെ ചോദ്യം. ആർക്കും ഉത്തരവാദിത്വമില്ല. എല്ലാവരും കൈ കഴുകുക. കോടതി ADGPനെ നേരിട്ട് വിളിച്ചിട്ടുണ്ട്. ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പ്രതീക്ഷ കോടതിയിൽ മാത്രമാണ്. കാരണം കോടതി എന്തെങ്കിലും ഇടപെട്ട് അനങ്ങാപ്പാറ നയമായിട്ടിരിക്കുന്ന ഈ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ഒന്ന് കുത്തിയിളക്കി എന്തെങ്കിലും ചെയ്യും എന്നുള്ള പ്രതീക്ഷ കോടതിയിൽ മാത്രമാണ് സത്യത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത്. ഒരു കുട്ടി തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ക്യൂ നിന്ന് മരിച്ചു. അതെ, പിന്നെ ഒരു അത്യാവശ്യം നല്ല വരുമാനമുള്ള നല്ല ആളുകൾ എത്തുന്ന ഒരു ക്ഷേത്രം പോലും റൺ ചെയ്യാൻ കഴിയാത്തൊരു ഗവൺമെന്റാണ് സ്റ്റേറ്റിലെ മൊത്തം മിഷണറി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 1200-ലധികം ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുണ്ട്. അതിൽ ശബരിമല ഉൾപ്പെടെയുള്ള 30 ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ചെലവ് കഴിഞ്ഞ അധിക വരുമാനമുള്ളത്. ഈ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചാണ് ഈ 1200 ക്ഷേത്രങ്ങളിലെയും നിത്യനിദാന ചെലവുകളും ദേവസ്വം ബോർഡിലെ ആളുകളുടെ ശമ്പളവും അടക്കം നടക്കുന്നത്. 1200 ക്ഷേത്രത്തിലെ ചെലവ് നടക്കുന്നത് ഈ ശബരിമലയിലെ വരുമാനത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. ഈ ശബരിമലയിലെ വരുമാനത്തിൽ നിന്ന്. അപ്പോൾ ആ ക്ഷേത്രങ്ങൾ മുഴുവൻ നടന്നു പോകുന്ന അതാണ്. അതിനെ ഇത്ര നിസ്സാരമായി, ഇത്തരം ലഘുവായി, ലാഘവത്വത്തോടുകൂടി അതിനെ ഒരു സർക്കാർ സമീപിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇത്തവണ മറ്റു പ്രകൃതി ദുരന്തങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. ആവശ്യത്തിന് സമയം ഉണ്ടായിരുന്നു പ്രിപ്പറേഷൻ. ഒന്നും ചെയ്തില്ലല്ലോ. നമ്മൾ പ്രളയമുണ്ടായ സമയത്ത് പോലും ഇതിനേക്കാൾ നന്നായിട്ട് മാനേജ് ചെയ്തില്ലേ? ആ പ്രളയത്തിന്റെ ദുരന്തങ്ങൾ ഒരുപാടുണ്ടായ സ്ഥലമാണ് ശബരിമല. എന്നിട്ട് പോലും ആളുകൾ, തീർത്ഥാടകർ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഗവൺമെന്റുകൾ കുറെ കാര്യങ്ങൾ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, മാറി മാറി വന്ന കേരളത്തിലെ ഗവൺമെന്റുകൾ ഇടതുപക്ഷമോ UDF ഒന്നും വ്യത്യാസമില്ലാതെ ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. UDFന്റെ കാലത്ത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇതിന്റെ ഏകോപനം നടക്കുന്ന തലത്തിലേക്ക്, അതിന്റെ ഗൌരവത്തിലേക്ക് കൊണ്ടുപോയി. കാരണം എല്ലാ വർഷവും ആളുകൾ വർദ്ധിക്കുകയാണ്. അദ്ദേഹം തന്നെ പമ്പയിൽ പോയി ചുമതല കൊടുക്കുകയും അത് മോണിറ്റർ ചെയ്യുകയും റിവ്യൂ ചെയ്യുകയും ഓരോ ദിവസത്തെ കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആരുമില്ല. ഇത്തവണ അവലോകന യോഗങ്ങൾ സാധാരണയായിട്ട് പത്തനംതിട്ടയിലും പമ്പയിലും നേരിട്ട് അവലോകന യോഗങ്ങൾ നടക്കാറുണ്ട്. ഇത്തവണ അത് ഒന്നും നടന്നില്ല. അതിന് അവരാരില്ല, അവരൊക്കെ ടൂർ പോയിരിക്കല്ലേ. ഇവര് ടൂർ പോയപ്പോ ഉദ്യോഗസ്ഥന്മാരും ടൂർ പോയി. ആർക്കാണ് ഉത്തരവാദിത്തം? എല്ലാ വകുപ്പിലും ഇതല്ലേ. ദേവസ്വം മന്ത്രി പറഞ്ഞേ തിരക്ക് സ്വാഭാവികം, ഭക്തർ സ്വയം നിയന്ത്രിക്കണം. അതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ത്രീകളും കുട്ടികളെയും കൊണ്ടുവരരുതെന്ന് പറഞ്ഞതുപോലെയാണ് ഭക്തർ സ്വയം നിയന്ത്രിക്കണം. ഏത് ഓൺലൈൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ദേവസ്വം മന്ത്രിയുടെ മുഖ്യമന്ത്രി പങ്കെടുത്ത ഓൺലൈൻ മീറ്റിംഗിന്റെ ഔട്ട്കമാണ്. എന്താണ് അവിടുത്തെ തീരുമാനം തീരുമാനം ഇതാണ്: ഭക്തർ സ്വയം നിയന്ത്രിക്കണം. അവരെങ്ങനെ സ്വയം നിയന്ത്രിക്കുന്നത്? തിരിച്ചു പോകണമെന്നാണ്. UDF സംഘത്തെ അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ അദ്ദേഹം, കാരണം ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഉണ്ടായിരുന്ന കാലത്ത് ഇക്കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ്. റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു, ശബരിമലയിലെ സംവിധാനങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു UDF ടീം പോയി പരിശോധിച്ച് എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് സർക്കാരിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അടിയന്തരമായി അവരിന്ന് അവിടെ പോയി സന്ദർശിക്കുന്നത്. ഗവർണറുടെ കാര്യമാണ് ഈ വിഷയം കഴിഞ്ഞെങ്കിൽ ഗവർണറെ ഇന്നലെ വൈകിട്ട് നടന്ന സംഭവത്തിൽ താങ്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇന്നും ഗവർണർ വളരെ രോഷാകുലനായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു ഗവർണറെ ഇങ്ങനെ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയാണോ? അല്ലല്ലോ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, യൂത്ത് കോൺഗ്രസുകാരും KSUക്കാരും റോഡ് അരികിൽ നിന്ന് മുഖ്യമന്ത്രിക്കെതിരായി കരിങ്കൊടി കാണിച്ചാൽ അത് ആത്മഹത്യാ സ്ക്വാഡ്, ഭീകരവാദം, തീവ്രവാദ പ്രവർത്തനം, അവരെ കൈകാര്യം ചെയ്യണം. അവരുടെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തണം. അവർ റോഡ് അരികിൽ നിന്നാണ്. ഇത് നിങ്ങൾ എല്ലാ വിഷ്വലും എടുത്ത് നോക്കിക്കോ. റോഡിന്റെ നടുവിൽ നിന്ന് ചീറിപ്പാഞ്ഞു വരുന്ന ഗവർണറുടെ വാഹന വ്യൂഹത്തിന്റെ മുമ്പിലേക്ക് ചാടിക്കയറി നിന്ന് പോലീസിന്റെ ഒത്താശയോടുകൂടി ഗവർണറുടെ വാഹനം തടുത്തു നിർത്തി ആ വാഹനത്തിൽ അടിക്കുന്നു. എന്നിട്ട് മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ അത് ശരിയാണ്, SFIക്ക് കൈകൊടുക്കണമെന്നാണ് പൊതുമരാമത്ത് മന്ത്രി പറയുന്നത്. SFIക്ക് കൈകൊടുക്കണമെന്ന്. കേസ് അല്ല, ഞാൻ ഗവർണർ പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പില്ല. കരിങ്കൊടി പ്രകടനം നടത്തുന്നത് ക്രിമിനൽ ആക്ടിവിറ്റി ഒന്നല്ല. പക്ഷേ സഞ്ചരിക്കുന്ന വാഹനം തടഞ്ഞ് അതിന്മേൽ അടിച്ചു ബഹളമുണ്ടാക്കുന്നത് തെറ്റായ നടപടിയാണ്. സംസ്ഥാനത്തിന്റെ ഭരണത്തലവന്റെ വാഹനം, അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ചുമതല ആർക്കാ? സുരക്ഷാ ചുമതല പൂർണ്ണമായി സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. ഇന്ന് വന്ന വാർത്തകൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. കാരണം ഇന്റലിജൻസ് കൃത്യമായി അത് റിപ്പോർട്ട് ചെയ്തിരുന്നു 3 പ്രാവശ്യം. ഇന്റലിജൻസിൽ നിന്നും CPM സംഘടനയ്ക്ക് സ്വാധീനമുള്ള ആളുകൾ അത് SFIക്ക് ചോർത്തിക്കൊടുത്തെന്നാണ്. ആലോചിച്ച് നോക്കിയേ, എത്ര അതീവ അപ്പൊ ഇനി VVIPകൾ കേരളത്തിലേക്ക് വരില്ലേ? പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിലേക്ക് വരുമ്പോൾ
ഇന്റലിജൻസ് സുരക്ഷാ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സുരക്ഷാ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കുന്നു എന്ന് പറയുന്നത് എത്ര ഞെട്ടലുളവാക്കുന്ന കാര്യമാണ്. അവർക്കെതിരായി നടപടിയെടുക്കാൻ പിണറായി വിജയൻ തയ്യാറാവുമോ? തയ്യാറാവില്ല. സ്വന്തക്കാരാണ്. അപ്പോൾ ഒരു കൂട്ടരെ കരിങ്കൊടി കാണിക്കുന്ന ആളുകളെ അടിച്ചമർത്താൻ ചെടിച്ചട്ടി വെച്ചും ഹെൽമറ്റ് വെച്ചും ഇരുമ്പൊടി വെച്ചുകൊണ്ടും അവരെ തകർക്കാൻ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്യുന്നു. മറ്റവർക്ക് കൈ കൊടുക്കാനും പറയുന്നു. SFIക്കാർക്ക് എന്തൊരു വിരോധാഭാസമാണ്. എന്നിട്ട് പറയുന്നത് അതിനേക്കാൾ തമാശയുണ്ട്. കാവ്യവൽക്കരണത്തിനെതിരായിട്ടാണ് SFIക്കാർ പോരാടുന്നത്. ഞങ്ങൾ നേരത്തെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, ഗവർണർ തോന്നിയ പോലെ തോന്നിയ ആളുകളെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, പാടില്ല, തെറ്റാണ്. ഇത് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒറ്റ ചോദ്യം: ഇപ്പൊ രാജ്ഭവന്റെ അകത്തിരുന്ന് ഗവർണർക്ക് ഈ സംഘപരിവാർ ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആരാ? ഗവർണറുടെ സ്റ്റാഫിലിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമിച്ച തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന സംഘപരിവാർ നേതാവ് ആണോ? ആണോ? നിങ്ങൾ അന്വേഷിക്കുക. ഗവർണറുടെ സ്റ്റാഫിലിരിക്കുന്നത് ഒരു സംഘപരിവാർ നേതാവുണ്ട്. ആ സംഘപരിവാർ നേതാവാണ് സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് ഗവർണറെ കൊണ്ട് ഒപ്പിടിച്ചു കൊടുക്കുന്നത്. ആളെ നിയമിച്ച ആളാണ് പിണറായി വിജയൻ. അന്ന് രണ്ടുപേരും തമ്മിൽ കൂട്ടായിരുന്നു, ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ കൂട്ടായിരുന്നു. അപ്പൊ നിയമവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ഗവർണറെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണർ പറയുന്ന ഈ സംഘപരിവാർ നേതാവിനെ ഗവർണറുടെ സ്റ്റാഫ് അംഗമായി ഒപ്പിട്ട് കൊടുത്തത്. അതാണ് അയാൾ അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ സംഘപരിവാറിന്റെ ആളുകളെ സെനറ്റിൽ നോമിനേഷൻ ചെയ്തത്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഉത്തരവാദിത്തം പിണറായി വിജയൻ മറക്കണ്ട. കാവ്യവൽക്കരണത്തെക്കുറിച്ച് പുറപ്പുറത്ത് കയറി പ്രസംഗിക്കുമ്പോൾ സർവകലാശാലകളിൽ കാവ്യവൽക്കരണം ഉണ്ടാക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒപ്പിട്ട് കൊടുത്തത്, ചോദിച്ചത് ചെയ്തു കൊടുത്തു. അന്ന് ഞങ്ങൾ അതിനെ വിമർശിച്ചു. സംഘപരിവാറുകാരെ രാജ്ഭവനിൽ അറിയപ്പെടുന്ന സംഘപരിവാർ നേതാവിനെ ഗവർണറുമായി ചേർന്നുകൊണ്ട് അനധികൃത നിയമനം നടത്തിയെന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ അയാളാണ് കൊടുക്കുന്നത്, ലിസ്റ്റ് കൊടുക്കുന്നത്, യൂണിവേഴ്സിറ്റിയിലേക്കുള്ള സെനറ്റ് അംഗങ്ങളുടെ ലിസ്റ്റ്. ഞങ്ങൾ അതിനെ ശക്തിയായി എതിർക്കും. അതിനെതിരായി ഗവർണർക്കെതിരായി കരിങ്കൊടി കാണിച്ചാൽ ഞങ്ങൾക്ക് പ്രതിഷേധമില്ല. അത് ക്രിമിനൽ ആക്ടിവിറ്റി അല്ല. പക്ഷെ ഗവർണറുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ചുമതല മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ മാത്രമല്ലല്ലോ, ഗവർണറുടെ സുരക്ഷയും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇല്ലാത്ത കാര്യത്തിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും KSU പ്രവർത്തകരെയും തല്ലിച്ചതയ്ക്കാൻ ഉത്തരവിട്ട മുഖ്യമന്ത്രി സ്വന്തം ഇപ്പൊ ഇവര് മുമ്പിൽ ചാടിയപ്പോ ഏതു തരം ജീവൻ രക്ഷാപ്രവർത്തനമാണ് നടത്തേണ്ടിയിരുന്നത്? അവിടെ പോലീസുകാരെയും കണ്ടില്ലല്ലോ ജീവൻ രക്ഷാപ്രവർത്തനം നടത്താൻ. CPM ക്രിമിനലുകളെ കണ്ടില്ലല്ലോ ജീവൻ രക്ഷാപ്രവർത്തനം നടത്താൻ. യൂത്ത് കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചിട്ടില്ല, അപ്രതീക്ഷിതമായിട്ടാണ് ചെയ്തതെന്നാണ് ഇടതുപക്ഷക്കാർ പറയുന്നത്. അതാണ് അല്ലല്ല, അത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ. എന്താണ് സാഹചര്യം? കാസർഗോഡ് വല്ല സംഭവം ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. കാസർഗോഡ് നിന്ന് കണ്ണൂരിലേക്ക് കയറിയപ്പോ കണ്ണൂർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കുകയാണ്. ഇതാരാ? മഹാരാജാവോ? മഹാരാജാവ് എഴുന്നള്ളുമ്പോ എല്ലാവരെയും കരുതൽ തടങ്കലിലാക്കുക. ആ കരുതൽ തടങ്കലിനെതിരായി നടന്ന പ്രതിഷേധമാണ് കല്യാശ്ശേരിയിൽ നടന്നത്. അവരെയാണ് ചെടിച്ചട്ടി കൊണ്ടും ഇരുമ്പുവടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല്ലിച്ചതച്ച് വധിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് FIR എഴുതിയത്. വധശ്രമമാണെന്ന് പോലീസ് FIR എഴുതിയ കേസിൽ മുഖ്യമന്ത്രി അത് തുടരണം എന്ന് ആഹ്വാനം ചെയ്തു. കലാപത്തിന് ആഹ്വാനം ചെയ്തു. അവിടെയാണ് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. അത് സ്വാഭാവികമായ ഉണ്ടായ പ്രതിഷേധമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയോ KSU കമ്മിറ്റിയോ വന്നില്ല. പിന്നീട് എല്ലാ ജില്ലകളിലേക്കും ചെന്നപ്പോ ക്രിമിനലുകളെ വിട്ട് ആക്രമിക്കുകയാണ്. നിങ്ങളൊരു മംഗളത്തിന്റെ ഫോട്ടോഗ്രാഫറെ ഇന്നലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയി നിൽക്കുന്ന ഒരാളെ മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്നത്, മുഖ്യമന്ത്രി എന്നിട്ട് തിരിഞ്ഞു നോക്കി, അതായത് ഒരു ഫോട്ടോഗ്രാഫറിന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കുകയാണ്, ഈ സീനിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറെ. എന്നിട്ട് മുഖ്യമന്ത്രി ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പോവുകയാണ്. കൊലച്ചിരിയാണ്. നിങ്ങൾ നോക്കിക്കോ, മാധ്യമപ്രവർത്തകർ, നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതാണ് നാളെ. നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യമല്ലേ നാളെ. അത് എത്ര സീനിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ്. ഒരു കാര്യമില്ലാതെ സൈഡിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിക്ക് തടസ്സം നിന്നോ? ആ ഫോട്ടോഗ്രാഫർ തടസ്സം നിന്നോ? ഞാൻ അതിന്റെ വിഷ്വൽ കണ്ടു. അയാൾ റോഡിലൊന്നും ഇറങ്ങി നിന്നില്ല, സൈഡിൽ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ആ ഫോട്ടോ എടുക്കുന്ന ആളെ ഓടി വന്നൊരു പ്രകോപനമില്ലാതെ കഴുത്തിന് പിടിച്ച് മാറ്റുന്നത്. അതുപോലെ എല്ലാവരും വഴിയിൽ നിൽക്കുന്ന ആളുകളെ മുഴുവൻ തല്ലുക. ആ നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റൊക്കെ ഈ പരിപാടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് റോട്ടിൽ കൂടി നടന്നു പോകുമ്പോഴാണ് നിലത്തിട്ട് ചവിട്ടിക്കൂട്ടിയത്. നിങ്ങൾ കണ്ടില്ല? DYFI കാരൻ പാവത്തിന് ഈ മറൈൻ ഡ്രൈവിലിട്ട് കണ്ട തല്ലാൻ തോന്നുക. ആ പാവത്തിനെ കണ്ട ഏതോ കമ്പനിയിൽ ജോലി ചെയ്ത് വൈകുന്നേരം തന്റെ നേതാക്കന്മാരെ കാണാൻ വന്ന അയാളെ ചവിട്ടിക്കൂട്ടിയത് നിങ്ങൾ കണ്ടില്ല. അപ്പൊ ആരെ കിട്ടിയില്ലെങ്കിൽ
കൂടെ നിൽക്കുന്നവരെയും ചവിട്ടിക്കൂട്ടും. അതുപോലത്തെ ക്രിമിനലുകളെ ഈ മുഖ്യമന്ത്രി വളർത്തുകയാണ് കേരളത്തിൽ. കേരളം ക്രിമിനലുകളുടെ നാടായി. ഞാൻ ആദ്യം പറഞ്ഞു ഗ്യാങ്സ്റ്റർ സ്റ്റേറ്റ്. പിന്നെ ഒറ്റ കാര്യം ഓർത്താൽ മതി, കമ്മ്യൂണിസ്റ്റുകാർ, ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ. ഇതാണ് ബംഗാളിൽ അവസാനത്തെ 2-3 കൊല്ലം സംഭവിച്ചത്. ബംഗാളിൽ 33 വർഷക്കാലത്തെ CPM ഭരണത്തിന് തിരശീല വീഴുന്നതിന് മുമ്പുള്ള അവസാനത്തെ 3 വർഷത്തെ ബംഗാളിലെ CPM ചെയ്തതാണ് കേരളത്തിൽ ആവർത്തനം. ചരിത്രത്തിന്റെ തനിയാവർത്തനമാണ്. ചരിത്രത്തിന്റെ തനിയാവർത്തനം. അവസാനത്തെ മുഖ്യമന്ത്രിയാകാൻ ഉള്ള പോക്കാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി.